ശാലിനി, എന്താണ് തിരുവനന്തപുരത്തു നിന്നുള്ള ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? നിയമസഭാ സമ്മേളനത്തിനൊപ്പം മറ്റ് പ്രധാന വാർത്തകൾ ചുരുക്കി പറയുക, അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു സജീവമായ വാർത്താ മണിക്കൂറുകളിലേക്ക് തലസ്ഥാനം അടക്കമുള്ള നഗരങ്ങൾ കടക്കുകയാണ്. നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് നിയമസഭാ സമ്മേളനത്തിലെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളും ബഹളങ്ങളും ഒക്കെയാണ്. നിയമസഭാ സമ്മേളനം അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുമുണ്ട്. അതാണ് ഏറ്റവും വലിയ വാർത്തയായി തിരുവനന്തപുരത്ത് നിന്ന് പറയാനുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങളിൽ ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വീരമൃത്യു വരിച്ച CRPF ജവാൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ധനസഹായം ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിലൊരു തീരുമാനം പക്ഷേ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മൾ കാണുന്നത്. മറ്റൊരു നിർണായകമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഇന്നലെ രാത്രി ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അത് വിദ്യാർത്ഥി പ്രശ്നങ്ങളായിരുന്നു ആ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. KSU SFI സംഘർഷമാണ്. അതിലൊരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ തന്നെ ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അല്പസമയത്തിനകം പുറത്തുവിടുന്നതുമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല VC ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടത്താനും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാനുമാണ് ഇപ്പോൾ സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ ഹോസ്റ്റലിനുള്ളിൽ നടന്ന വിദ്യാർത്ഥി പീഡനം, അത് ഇടിമുറി മർദ്ദനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് അന്വേഷിക്കാൻ VC ഇപ്പോൾ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഞ്ജോസ് എന്ന് പറയുന്ന KSU പ്രവർത്തകരും വിദ്യാർത്ഥിയുമായിരുന്ന വ്യക്തിയെയാണ് SFI പ്രവർത്തകർ ഇന്നലെ അവിടെ കൂട്ടമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലാണ് ഒരു കൃത്യമായ നടപടിയിലേക്ക് ഇപ്പോൾ ഔദ്യോഗികമായി സർവകലാശാല തന്നെ കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. വരും മണിക്കൂറിൽ അതിന്റെ അപ്ഡേഷൻ ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് പറയാനുള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഉണ്ടായിരുന്ന കാലാവസ്ഥയല്ല നിലവിൽ ഈ മണിക്കൂറിൽ തലസ്ഥാന ജില്ലയിലുള്ളത്. കാലാവസ്ഥ ഓരോ സെക്കൻഡുകളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 10 മണിയോടുകൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പുകൾ വരാനുണ്ട്. ആ മഴ മുന്നറിയിപ്പിൽ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകളൊക്കെ തന്നെ വരാനുണ്ട്. 10 മണിയോടുകൂടിയാണ് അലേർട്ടുകൾ വരുന്നത്. ഇന്ന് 3 ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലേർട്ടുകൾ നൽകിയിട്ടുള്ളത്. കൂടുതൽ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുകളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം 6-ാം തീയതി വരെ അതിതീവ്ര മഴ സംസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന AKG സെന്റർ അക്രമ കേസിലെ പ്രതി നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ കൂടിയാണ്, സജീവ പ്രവർത്തകനാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിനെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പോലീസ് ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനെ എത്തിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളായി നൽകാൻ കഴിയുകയും ചെയ്യുന്നത്. മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ മന്ത്രിസഭാ യോഗത്തിന് പുറമെ ഏറ്റവും നിർണായകമായിട്ടുള്ള ചില നിർണായക തീരുമാനങ്ങൾ തലസ്ഥാനത്ത് ഇന്ന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോര് CPM-നുള്ളിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം CPM-ൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ കാര്യമായിട്ടല്ല, പക്വതയില്ലാതെ പെരുമാറുന്നു എന്നുള്ള വിമർശനം CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെ തള്ളിക്കൊണ്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്നാലും 10 മണിയോടുകൂടി മേയർ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മേയറുടെ പ്രതികരണങ്ങൾ നമ്മൾ ആരായുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുതലപ്പൊഴിയിലെ അപകടങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ഇന്നലെ ആരംഭിച്ച അനിശ്ചിതകാല സമരം അവിടെ തുടരുകയാണ്. ഇന്നും കോൺഗ്രസിന്റെ ഒരു സമരം മുതലപ്പൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് തുടരുന്നുണ്ട്. അനിശ്ചിതകാലമായി നീട്ടും എന്നുള്ളതാണ് കോൺഗ്രസ് തുടരണം, അവിടെ തന്നെ തുടരുക.